2024 തെലുങ്കിൽ റിലീസായ ബൃന്ദ എന്ന സീരീസ് ആണ് നമ്മളിവിടെ കാണാൻ പോകുന്നത്. തൃഷയാണ് ഇതിലെ നായിക. ഇതൊരു അടിപൊളി ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സീരീസ് ആണ്. നമുക്ക് നേരെ ആദ്യത്തെ എപ്പിസോഡിന്റെ ഫസ്റ്റ് പാർട്ടിലേക്ക് പോകാം. 1996 ഒരു ദിവസം ഗംഗാവരം എന്ന് പറയുന്ന ഒരു കാട്ടുപ്രദേശം. അവിടെ രണ്ടു കുട്ടികൾ കളിക്കുകയായിരുന്നു. അതിലെ പെൺകുട്ടി തന്റെ ചേട്ടനെ അന്വേഷിച്ച് ആ കാട്ടിലൂടെ നടക്കുകയാണ്. സച്ചി എന്ന് അവൾ ഉറക്കെ വിളിക്കുന്നുണ്ട്. തന്റെ ചേട്ടനെ കാണാതെ അവൾ നല്ലപോലെ പേടിക്കുന്നുണ്ട്. പെട്ടെന്ന് അവൾ തന്റെ ചേട്ടൻ ഒരു സ്ഥലത്ത് ബോധം കെട്ട് കിടക്കുന്നത് കാണുന്നു. പേടിച്ചു പോയ അവൾ അവനെ ചെന്ന് കുലുക്കി വിളിക്കുന്നു. അപ്പോഴാണ് അവനവളെ പറ്റിച്ചതായിരുന്നു. അവൻ ചിരിയോടെ കണ്ണുകൾ തുറക്കുന്നു. ആ പെൺകുട്ടിക്ക് നല്ല വിഷമമായി. ചേട്ടൻ അവളെ ചിന്നി എന്നാണ് വിളിക്കുന്നത്. നിന്നെ തനിച്ചാക്കി ഞാൻ ഒരിക്കലും എങ്ങോട്ടേക്കും പോകില്ല എന്ന് ആ ചേട്ടൻ അവൾക്ക് വാക്കു കൊടുക്കുന്നു. എന്നിട്ട് അവൻ അവന്റെ പോക്കറ്റിൽ നിന്ന് തടി കഷ്ണത്തിൽ അവനുണ്ടാക്കിയ ഒരു ബൊമ്മ എടുത്ത് അവൾക്ക് കൊടുക്കുന്നു. അത് കണ്ടതും അവൾക്ക് സന്തോഷമായി. അവൾക്ക് ആ ബൊമ്മ നല്ലപോലെ ഇഷ്ടമായി. അവൾ അതുമായി കളിക്കാൻ ആരംഭിച്ചു. അവർ താമസിക്കുന്നത് കാട്ടിൽ തന്നെയുള്ള ഒരു ഗ്രാമപ്രദേശത്തിലാണ്. അതുകൊണ്ട് തന്നെ അവിടെ കുറെ അന്ധവിശ്വാസങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അത് കൂട്ടാനായി അവിടെ ഒരു പൂജാരിയുമുണ്ട്. ഈ കുട്ടികൾ കളിയൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഗ്രാമത്തിൽ ഒരാൾ മരിക്കാറായി കിടക്കുന്നതാണ് കാണിക്കുന്നത്. അവിടെ ഒരു പൂജാരിയുണ്ട്. അയാൾ ദേവിയുടെ കോപമാണ് ഇതെന്നൊക്കെ പറഞ്ഞ് അവിടെയുള്ളവരെ പേടിപ്പിക്കുന്നുണ്ട്. തന്നെയുമല്ല, ആ ഗ്രാമവാസികൾ ആകെ ദുരിതത്തിലുമാണ്. കൂടാതെ എന്തോ ഒരു അസുഖവും അവിടെ പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ട്. ഇതെല്ലാം ദേവിയുടെ കോപമാണെന്ന് ആ പൂജാരി അവിടെ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ആ പൂജാരി അതിന് പ്രതിവിധിയായി പറയുന്നത് അവിടെയുള്ള ഒരു പെൺകുട്ടിയെ ദേവിക്ക് ബലി കൊടുക്കണമെന്നാണ്. അയാൾ തിരഞ്ഞെടുക്കുന്നത് നമ്മുടെ ചിന്നിയെയാണ്. അന്ന് രാത്രി അവളെ ബലി കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ചിന്നിയുടെ അമ്മ അയാളുടെ കാല് പിടിച്ച് കരഞ്ഞപേക്ഷിക്കുന്നു. പക്ഷേ അവരാരും അതൊന്നും കേൾക്കാൻ തയ്യാറാകുന്നില്ല. അവരുടെ ഗ്രാമം അവർക്ക് രക്ഷിക്കണം. അതിന് ആ പൂജാരി പറയുന്നത് അവർക്ക് കേട്ടേ പറ്റൂ. തന്റെ മകളെ അങ്ങനെ ആ വിധിക്ക് വിട്ടുകൊടുക്കാൻ ആ അമ്മ തയ്യാറല്ലായിരുന്നു. അവർ അന്ന് രാത്രി ആ കുട്ടികളെയുമായി അവിടെ ഓടിപ്പോകുന്നു. പക്ഷേ ഗ്രാമവാസികൾ പുറകെയുണ്ട്. ആ ഓട്ടത്തിനിടയ്ക്ക് ചേട്ടൻ കൊടുത്ത ആ ബൊമ്മ താഴെ വീഴുന്നു. സച്ചി അതെടുക്കാനായി തിരികെ ഓടുന്നു. ഈ സമയം ഗ്രാമവാസികൾ അവരുടെ പുറകെ തന്നെയുണ്ട്. ഓടി ഓടി ഒരു റോഡിലെത്തിയ ആ അമ്മ അവിടെ ഒരു ലോറി കിടക്കുന്നത് കാണുന്നു. അത് പോവാൻ തയ്യാറെടുക്കുകയാണ്. ആ അമ്മ ചിന്നിയെ കൊണ്ടുപോയി അതിൽ കയറ്റുന്നു. പക്ഷെ ഇതൊന്നും അറിയാതെ ആ ലോറി അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോവുകയാണ്. ഗ്രാമവാസികൾ ആ അമ്മയെ പിടിക്കുന്നു. ചിന്നി ആ ലോറിയിൽ ഇരുന്ന് കരയുന്നുണ്ട്. സച്ചി അവരെ കാണാതെ അവിടെ അന്വേഷിച്ച് നടക്കുന്നുണ്ട്. അവന്റെ കയ്യിൽ ആ ബൊമ്മയുമുണ്ട്. അടുത്ത സീൻ ആ സംഭവങ്ങൾ നടന്ന് കുറെ കൊല്ലമായിരിക്കുന്നു. തൃഷയാണ് കാണിക്കുന്നത്. അവളുടെ പേര് ബൃന്ദ എന്നാണ്. അവൾക്ക് എന്തെല്ലാമോ വിഷമങ്ങളുണ്ട്. അവിടെ ഒരിടത്ത് അവളുടെ അച്ഛന്റെയും അവളുടെയും ഫോട്ടോ ഇരിക്കുന്നു. അവൾ അവളുടെ അമ്മയുടെയും അനിയത്തിയുടെയും കൂടെയാണ് താമസം. അച്ഛൻ മരിച്ചുപോയിരിക്കുന്നു. അനിയത്തിക്ക് അവളുടെ അമ്മയോടും ചേച്ചിയോടും വലിയ താല്പര്യമൊന്നുമില്ല. ബൃന്ദയെ കാണുമ്പോൾ തന്നെ അനിയത്തി ഡൈനിങ് ടേബിളിൽ നിന്ന് എഴുന്നേറ്റ് പോകുന്നു. അവൾക്കെന്തോ ബൃന്ദയെ ഒട്ടും താല്പര്യമില്ല. അമ്മ പറയുന്ന ഒരു കാര്യവും അവൾ ചെവികൊള്ളുന്നില്ല. എല്ലാത്തിനും അവൾക്ക് അവരോട് ദേഷ്യമാണ്. അവൾ സ്കൂളിലേക്ക് പോകുന്നത് 2 ആൺ സുഹൃത്തുക്കളുടെ കൂടെയാണ്. അതെല്ലാം ബൃന്ദ നോക്കുന്നുണ്ട്. അടുത്ത സീൻ ഒരു പോലീസ് സ്റ്റേഷനാണ് കാണിക്കുന്നത്. അവിടെ നമ്മുടെ കഥയിലെ നായകൻ SI സാരഥിയുണ്ട്. ഈ സമയം ആ പോലീസ് സ്റ്റേഷന്റെ അടുത്തേക്ക് ഒരു ഓട്ടോറിക്ഷ വന്ന് നിൽക്കുന്നു. അതിൽ നിന്ന് ബൃന്ദ ഇറങ്ങുന്നുണ്ട്. അവൾ പോലീസ് വേഷത്തിലാണ്. അപ്പോൾ ആളൊരു പോലീസുകാരിയാണ്. ബൃന്ദ സ്റ്റേഷനകത്തേക്ക് കയറുന്നു. ഈ സമയം ഒരു പോലീസുകാരൻ അവളോട് വിഷ് ചെയ്യുന്നുണ്ട്. പക്ഷെ അവൾ ആരെയും മൈൻഡ് ചെയ്യാതെ അകത്തേക്ക് കയറി പോകുന്നു. ഇത് സാരഥിയും വേറെ പോലീസുകാരനും കാണുന്നുണ്ട്. അവർ ആ പോലീസുകാരനെ കളിയാക്കുന്നു. ബൃന്ദ ആരെയും വിഷ് ചെയ്യാറില്ലല്ലോ, പിന്നെ എന്തിനാ നീ അവളെ വിഷ് ചെയ്യാൻ പോയതെന്ന് സാരഥി ആ പോലീസുകാരനോട് ചോദിക്കുന്നു. ഇതിൽ നിന്നും ബൃന്ദ അവിടെ ആരുമായും വലിയ സഹകരണമില്ലെന്ന് നമുക്ക് മനസ്സിലാക്കാം. ബൃന്ദയും ഒരു SI ആണ്. പക്ഷേ സാരഥിക്ക് ബൃന്ദയെക്കാളും സീനിയോറിറ്റി ഉണ്ട്. ശരിക്കും ബൃന്ദയ്ക്ക് ജോലി ഇട്ടിട്ട് അധിക കാലമായിട്ടില്ല. അവിടുത്തെ എന്തോ കമ്പ്യൂട്ടർ വർക്കുകളാണ് അവൾ ചെയ്യുന്നത്. ശരിക്കും ബൃന്ദയ്ക്ക് അവിടെയുള്ള വലിയ വർക്കുകളൊന്നും കൊടുക്കാറില്ലെന്ന് സാരം. അടുത്ത സീൻ ആ സ്റ്റേഷനിലേക്ക് അവിടുത്തെ CI വരികയാണ്. CI കണ്ട് എല്ലാവരും എഴുന്നേറ്റ് അഭിവാദ്യം ചെയ്യുന്നു. പക്ഷെ ബൃന്ദ എന്തോ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവൾ CI കാണുന്നില്ല. പക്ഷെ CI അവളെ കൊണ്ട് വിഷയിപ്പിക്കുന്നുണ്ട്. പക്ഷെ ഈ CI അത്ര നേരായ ആളൊന്നുമല്ല. ഒരുപാട് തരികിടകളൊക്കെയുള്ള ഒരാളാണ് അയാൾ. ബൃന്ദ ആ സ്റ്റേഷനിലെ പുതിയ SI ആണ്. അവളുടെ കാര്യം CI സാരഥിയോട് അന്വേഷിക്കുന്നു. ബൃന്ദ പുതിയ കേസ് എന്തെങ്കിലും തനിക്ക് അന്വേഷിക്കാനുണ്ടോ എന്ന് ചോദിച്ചുവെന്ന് സാരഥി CIയോട് പറയുന്നു. പക്ഷേ അയാൾ അതൊക്കെ പുച്ഛിച്ച് തള്ളുകയാണ്. ക്രിമിനൽസിനെ കണ്ട അവൾ പേടിച്ച് ഓടുമല്ലോ എന്ന് ആ CI കളിയാക്കുന്നു. അവൾക്കൊന്നിനും കഴിവുണ്ടാകില്ലെന്നാണ് ആ CIയുടെ വിചാരം. അതുകൊണ്ട് തന്നെ അവിടുത്തെ പേപ്പർ വർക്കുകളിൽ മാത്രം ഒതുക്കുകയാണ് അവളെ. ഈ സമയം അവിടുത്തെ കറണ്ട് പെട്ടെന്ന് പോകുന്നു. ട്രിപ്പായതായിരിക്കുമെന്ന് സാരഥി പറയുന്നു. ഇലക്ട്രീഷ്യനെ വിളിക്കാൻ CI പറയുന്നുണ്ട്. ബൃന്ദ അത് കയറി ശരിയാക്കുന്നു. ഇതെല്ലാം കണ്ട് അവരെല്ലാവരും ആശ്ചര്യത്തോടെ അവളെ നോക്കുന്നു. അടുത്ത സീൻ ഒരു പാൽക്കാരൻ തന്റെ വണ്ടിയും ഓടിച്ചു വരികയാണ്. ഒരു പുഴയുടെ അടുത്തുള്ള റോഡാണിത്. അയാൾ വണ്ടി നിർത്തി അവിടെ യൂറിൻ പാസ് ചെയ്യാനായി നിൽക്കുന്നു. പെട്ടെന്ന് അയാൾ എന്തോ ഒന്ന് കണ്ട് സൂക്ഷിച്ചു നോക്കുന്നു. അതെന്താണെന്ന് അറിയാൻ അയാൾ അതിന്റെ അടുത്തേക്ക് പോയി നോക്കുന്നു. അപ്പോഴാണ് അതൊരു ആളുടെ മൃതദേഹമാണ്. അതവിടെ തീർത്തടഞ്ഞു കിടക്കുകയാണ്. ഈ ഒരു സീനോടെ ബൃന്ദയുടെ ആദ്യത്തെ എപ്പിസോഡിന്റെ ഫസ്റ്റ് പാർട്ട് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത പാർട്ടുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.